കേരളത്തിലെ പോലീസ് ഒന്നാമതാണ് എന്ന് ഈ രാജ്യത്ത് അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞ കാര്യമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ ദിവസം ഒട്ടേറെ കേസുകളിൽ ദീർഘകാലമായി കുറ്റക്കാരെ കണ്ടെത്താൻ കഴിയാത്ത കേസുകൾ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തി അവരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചത് ഈ കാലഘട്ടത്തിലാണ്. സർ, പോലീസ് നയം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പോലീസ് നയം എന്ന് പറയുന്നത് ജനപക്ഷ നിലപാട് സ്വീകരിക്കുന്ന നയമാണ്. ആ നയം സ്വീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് സേനയിലെ അംഗങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ കേരളത്തിന്റെ സംരക്ഷണത്തിന്, കേരളത്തിലുണ്ടായിട്ടുള്ള ദുരന്ത കാലങ്ങളിലെ പ്രശ്നങ്ങൾ ഇടപെടുന്നതിന് എല്ലാം ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. സർ, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കോവിഡ് കാലത്തെ പോലീസ് സേനയുടെ സേവനം. അതുപോലെ തന്നെ നമ്മുടെ പ്രളയകാലത്തെ 2018 പ്രളയകാലത്തുണ്ടായ പോലീസ് സേനയുടെ സമീപനം, ചൂരൽമല ഉൾപ്പെടെ സമീപകാലത്തുണ്ടായ ദുരന്തങ്ങളുടെ കാലഘട്ടത്തിൽ ജനകീയമായ ജനങ്ങളുടെ ഇടപെടലിനോടൊപ്പം പോലീസ് സേനയുടെ സംരക്ഷണ ചുമതലയോടുകൂടി നടത്തിയിട്ടുള്ള പ്രവർത്തനം, ഇതെല്ലാം നമുക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. സാർ, ലഹരി മയക്കുമരുന്ന് മാഫിയകൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി കേരള പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ഈ സമീപകാലത്ത് അതിൻ്റെ കേരളത്തിൽ കുറ്റവാളികളായ ആളുകളെ കണ്ടെത്തി നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ലഹരിമുക്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുന്നതിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. സർ, അതുപോലെ കേരളത്തിൽ കഴിഞ്ഞ 2016 തുടർന്നുള്ള വർഷങ്ങളിൽ വർഗീയ സംഘർഷങ്ങൾ ഒന്നുപോലും ഉണ്ടായിട്ടില്ല എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇവിടെ ഒരു വർഗീയ സംഘർഷത്തിനുള്ള ഒരു ശ്രമവും നടത്താൻ ആർക്കും കഴിയുന്നില്ല. വളരെ സംഘടിതമായി പോലീസ് സേന ആ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം പറയുന്നത് കഴിഞ്ഞ 2012-13 കാലത്ത് അന്ന് കാഞ്ഞങ്ങാട് മേഖലയുണ്ടായ വർഗീയ സംഘർഷം, അതാണ് സമീപകാലത്ത് 10-15 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഒരു സംഭവമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. അടിച്ചമർത്തുന്നതിന് വേണ്ടിയുള്ള നിലപാടെന്ന് സ്വീകരിക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം അതിന്റെ മുമ്പിലുണ്ടായിരുന്നു. ആ വർഗീയ സംഘർഷത്തെ നിയന്ത്രിക്കണമെന്ന പേരിൽ അതിൽ ഇടപെടേണ്ടി വന്നിട്ടുള്ള സാഹചര്യമാണുള്ളത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ അതൊന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പോലീസ് സേനയിൽ പുതിയ തലമുറയെ വളരെ ബോധപൂർവം ഒരു ഉത്തരവാദിത്വമുള്ള പൗരബോധത്തോടു കൂടിയുള്ള ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കാൻ SPC ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന മാതൃകാപരമായ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിലെ SPC അതിലൂടെ വളർന്നു വന്നിട്ടുള്ള പുതിയ ചെറുപ്പക്കാരും അവരുടെ പുതിയ ബോധവും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളും ഉൾപ്പെടെയുള്ളത് ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഈ കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ അങ്ങിങ്ങായി കാണുന്ന ഏറ്റവും ചെറിയ പുഴുക്കുത്തുകൾ തീർച്ചയായും പോലീസ് സേനക്കകത്തുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. അത്തരം പുഴുക്കുത്തുകൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നടപടികൾ ഓരോന്നും ഇവിടെ എണ്ണി പറയാൻ നമുക്ക് കഴിയും. എത്ര ആളുകളെയാണ് സർ പോലീസ് സേനയിൽ നിന്ന് ഇപ്പോൾ പിരിച്ചുവിട്ട് കഴിഞ്ഞിരിക്കുന്നത്? ഏത് കാലത്താണ് ഇത്ര ആളുകളെ പോലീസ് സേനയിൽ നിന്ന് അക്രമത്തിന്റെ പേരിൽ, ധിക്കാരത്തിന്റെ പേരിൽ, അവർ കാണിച്ച കൊള്ളരുതായ്മയുടെ പേരിൽ എപ്പോഴാണ് ഇതിനു മുമ്പ് പിരിച്ചുവിട്ടിട്ടുള്ളത്? അന്നെല്ലാം അവര് സംരക്ഷണം നൽകിയതിന്റെ എത്ര തെളിവുകളാണ് സർ നമ്മുടെ മുമ്പിലുള്ളത്? ഓരോ കാലഘട്ടത്തെയും പ്രവർത്തനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ സാധാരണഗതിയിൽ ഇത്തരം ചർച്ചയുടെ വേദിയിൽ, പ്രത്യേകിച്ച് ഭരണ പ്രതിപക്ഷ കക്ഷികൾ നടത്തുന്ന സംസാരങ്ങളുടെ ഇടയിൽ കഴിഞ്ഞ കാലത്തേത് എടുത്തു പറയാനുള്ള അവസരമുണ്ടാക്കുന്നു എന്നതാണ് ഇതിൽ ഈ ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, മുത്തങ്ങ സമരം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ചു ജോഗിക്ക് നേരെ, ജോഗിയെ വെടിവെച്ച് ജോഗി മരിച്ചതിന്റെ കാര്യങ്ങൾ, അതിനെ തുടർന്നുണ്ടായിട്ടുള്ള സംഭവങ്ങൾ, അവിടെ ക്രൂരമായി നടന്ന അന്നത്തെ അക്രമങ്ങൾ ആർക്കെങ്കിലും നിഷേധിക്കാൻ കഴിയുമോ സർ? അതുപോലെ തന്നെ അങ്ങനെ കൊല ചെയ്യപ്പെട്ട ജോഗിയുടെ സഹോദരിക്ക് ജോലി കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വേണ്ടി വന്നു വന്നത് അറിയാവുന്ന കാര്യമല്ലേ സാർ? ഇതിനു മുമ്പ് ആരെങ്കിലും അത്തരം ഒരു കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ? ഗവൺമെന്റിന് എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളിൽ ഏറ്റവുമേറെ സഹതാപമർഹിക്കുന്ന പ്രശ്നങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത് എന്ന് മാതൃകാപരമായി തെളിയിക്കുന്ന നടപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. സർ, 2012-13 കാലഘട്ടത്തിലെ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകതകൾ എല്ലാവർക്കും അറിയാം. അന്ന് ഷോക്കടിപ്പിച്ച് പിടഞ്ഞുകൊണ്ടിരുന്ന മനുഷ്യനെ കണ്ട് രസിച്ചു തുള്ളിയ പോലീസുകാരുണ്ടായിട്ടില്ലേ സാർ?
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് സേനക്കകത്തുള്ള ഇത്തരം ക്രിമിനലുകൾ എണ്ണത്തിൽ കുറവാണെങ്കിലും അവരുണ്ടാക്കുന്ന ഭീഷണിയും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളും ഏത് കാലത്തും ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത നിഷേധിക്കാൻ കഴിയാത്തതാണ്. ഷോക്കടിപ്പിച്ച് അതിന്റെ ഇടയിൽ പിടഞ്ഞു വീണ് കരയുന്ന ആളുകളെ കണ്ട് ചിരിച്ച പോലീസ് ഓഫീസർമാർ, പോലീസ് മേധാവികൾ ഉൾപ്പെടെ ഉള്ള കാലമായിരുന്നു സർ അത്. ജനനേന്ദ്രിയങ്ങൾ തകർത്ത കാലമാണ് 2013 ഉണ്ടായത് എന്ന് അന്നത്തെ സംഭവങ്ങൾ തെളിയിക്കുന്ന കാര്യമാണ് സർ. ഏത് കാലത്തും ഉണ്ടായിട്ടുള്ള കുറവുകൾ ആ പോലീസ് സേനക്കകത്തുള്ള ഏതാനും ആളുകൾ കാണിക്കുന്ന കൊള്ളരുതായ്മയുടെ, അവരുടെ ധിക്കാരത്തിന്റെ, കാടത്തത്തിന്റെ ഫലമായിട്ടുള്ളതാണ് എന്ന് അംഗീകരിക്കുകയാണ് എല്ലാവരും സ്വീകരിക്കേണ്ട കാര്യം. അത് ആ കാലത്തുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ കാലത്തുണ്ടാവുന്ന കാര്യങ്ങളിൽ പോലീസ് ഗവൺമെന്റ് നടപടി സ്വീകരിക്കുന്നു, അത്തരം ആളുകളെ പിരിച്ചുവിടുന്നു. സർ, പിന്നീട് എന്താണ് ഇങ്ങനെ ഒരു കുറ്റാരോപിതരായ ആളുകളെ ഉടനെ പിരിച്ചുവിടാത്തത് എന്ന് ചോദിച്ചാൽ, നിയമപരമായി സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെങ്കിൽ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. അതിന്റെ ഓരോ നടപടിക്രമങ്ങളും അന്വേഷണങ്ങളും അവർക്ക് അതിന് മറുപടി പറയാനുള്ള കാര്യങ്ങളും ഉൾപ്പെടെ എല്ലാം സ്വീകരിച്ചതിന് ശേഷം മാത്രം സ്വീകരിക്കേണ്ട നടപടികളെ കുറിച്ച് ഇപ്പോൾ പറയുന്നതിന് കാര്യമില്ല. സാർ, നബിദിനാഘോഷ ഘോഷയാത്രയിൽ ആലപ്പുഴയിൽ ഉണ്ടായ വെടിവെപ്പ് മറക്കാൻ കഴിയുമോ സാർ? അതിന് എന്തെങ്കിലും ന്യായീകരണമുണ്ടോ സാർ? ഏതെങ്കിലും തരത്തിൽ 1982 ശ്രീമാൻ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും വയലാർ രവി ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോഴും അല്ലേ സാർ ഈ കാര്യം നടന്നത്? ആ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്തായിരുന്നു എന്നുള്ളത് തീർച്ചയായും അന്ന് ചോദ്യം ചെയ്യും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത് നമ്മൾ ആലോചിക്കേണ്ടത്, ഏത് ഗവൺമെന്റിന്റെ കാലത്തും വഴിവിട്ട രീതിയിൽ പ്രവർത്തിച്ച പോലീസുകാരുണ്ടെങ്കിൽ, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ, പ്രഖ്യാപിത പോലീസ് നയത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുക തന്നെ ചെയ്യും. LDFന്റെ പ്രഖ്യാപിതമായ പോലീസ് നയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നവരുണ്ട് എന്ന് അപൂർവം കാണുമ്പോൾ അവരുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നുണ്ട്. തുടർന്ന് അത്തരം പോത്തങ്ങൾ ഉണ്ടായാൽ മുഖം നോക്കാതെയുള്ള നടപടിയായിരിക്കും കേരളത്തിലെ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് എന്ന് ഈ സന്ദർഭത്തെ ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർ, തങ്കമണി പഴയതാർക്കെങ്കിലും മറന്നുപോയോ? തങ്കമണി സംഭവത്തെ തുടർന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സംസ്ഥാന യുവജനോത്സവത്തിന്റെ വേദിയിലേക്ക് കടന്നു കയറി ലൈറ്റ് ഓഫ് ചെയ്തില്ല എന്ന കാര്യം പറഞ്ഞ് അന്ന് നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ, പോലീസുകാർ നടത്തിയിട്ടുള്ള പരാക്രമങ്ങൾ എത്രയാണ് സർ? കീഴ്മാട് അന്ധവിദ്യാലയത്തിൽ കയറി കണ്ണു കാണാൻ കഴിയാത്ത കുട്ടികളോട് കാണിച്ചിട്ടുള്ള പരാക്രമങ്ങൾ എത്രയാണ് സർ? അതിനെല്ലാം ആരായിരുന്നു, ഏത് കാലത്താണ് അത് ചെയ്തത് എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതായി വരില്ലേ സാർ? തീർച്ചയായും അത്തരം സന്ദർഭങ്ങളിൽ അതിന് ഉത്തരവാദികളായ ആളുകളെ, അത്തരം ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് UDF സ്വീകരിച്ചതെങ്കിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അത്തരം ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി സ്വീകരിക്കാനും ആവശ്യമായി വന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും മടി കാണിച്ചിട്ടില്ല എന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് സാർ. അതുകൊണ്ട് ആ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയേണ്ടി വരും സാർ. ആന്റണിയുടെ കാലത്താണ് ശിവഗിരിയിൽ സന്യാസിമാരുടെ തലയടിച്ചു പൊട്ടിച്ചതാണ് ആരാണ് സാർ? പാവങ്ങളായ സന്യാസിമാരോട് ക്രൂരകൃത്യം കാണിക്കാൻ എന്തായിരുന്നു സാർ അതിന് കാര്യം? അവിടെ കടന്നു കയറി അവർക്ക് നേരെ ഈ സന്യാസിമാർ പുറത്തിറങ്ങി എന്തെങ്കിലും കലാപത്തിന് ഇറങ്ങിയവരാണോ സാർ? കലാപകാരികളെ നേരിടുന്ന രീതിയിൽ അവർക്ക് നേരെയുള്ള പരാക്രമങ്ങൾ കാണിക്കേണ്ടതുണ്ടോ സാർ? അത് നടത്തിയിട്ടുള്ളത് നമുക്കാർക്കും അറിയാൻ കഴിയുന്ന കാര്യമല്ല. മറ്റിപ്പോൾ ആരാണ് കുറ്റവാളി എന്ന് കണ്ടാൽ അവരുടെ പദവിയോ അവരുടെ സ്ഥാനമാനങ്ങളോ അവരെ കലാരംഗത്തെ പ്രതിഭകളോ മറ്റേതെങ്കിലും രംഗത്തുള്ള പ്രധാനികളോ അല്ലെങ്കിൽ ഏതെങ്കിലും മതമേധാവികളോ ആണെങ്കിൽ പോലും അവരുടെ ഒക്കെ തന്നെ പേരിൽ നടപടി സ്വീകരിക്കാൻ മടിക്കാത്ത ഒരു നിലപാടാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും മികച്ച പോലീസിലുള്ള ഇവിടെ എല്ലാവർക്കും അറിയാം, സമാധാനപരമായ ജീവിതം കേരളത്തിലൊക്കെ ഇന്ത്യയിൽ സർ, UPയിൽ ഗുജറാത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളുടെയും അവിടെ ആ പോലീസുകാർക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്തതിന്റെയും കണക്കുകൾ നമ്മുടെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയല്ലേ? കേരളത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ സമാധാനപരമായ ജീവിതം ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ പുഴുക്കുത്തുകൾ എവിടെ ഉണ്ടായാലും